നമസ്കാരം, ഞാൻ രശ്മി. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഇപ്പം എല്ലാവരും ക്രിസ്മസ് ആഘോഷത്തിൻ്റെ തിരക്കിലായിരിക്കും. ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഒരു കേക്ക് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഫോണ്ടന്റ് വെച്ചിട്ട്. ഒരു ക്രിസ്മസ് തീമിൽ നമ്മുടെ സാന്റാക്ലോസ് കൊച്ചുകുട്ടികൾക്കായിട്ട് ഗിഫ്റ്റ് കൊണ്ടുവരുന്ന ഒരു തീമായിരുന്നു. അപ്പോൾ സാന്റാക്ലോസിനെയും ട്രീയും സാക്കും ഒന്നും ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാ വീഡിയോയുടെ ലെങ്ത് കൂടി പോകുന്നുണ്ട്. അത് പിന്നെ കാണിക്കാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു ചെറിയൊരു അബദ്ധം പറ്റി. ഞാൻ ചെറുതായൊന്ന് വീണു. അടുക്കളയിൽ നിലത്ത് വെള്ളം കിടപ്പുണ്ടായിരുന്നു. സ്ലിപ്പായിട്ട് നേരെ ഡയറക്റ്റ് അടുപ്പിൻ്റെ മുകളിലോട്ട് പോയി വീണു. എന്തോ ഭാഗ്യത്തിന് വലിയ അപകടമൊന്നും പറ്റിയില്ല. ചെറിയ അപകടത്തിൽ എങ്ങനെ പോയി. ഇപ്പോൾ ഇവിടെ കൈയൊക്കെ പ്ലാസ്റ്ററൊക്കെ ഇട്ട് ഇരിക്കുകയാണ്. വലിയ കുഴപ്പമില്ല. എന്താ പറയുക, പണ്ടത്തെ ഒരു പഴഞ്ചൊല്ലില്ലേ, എന്താ പണ്ടേ ദുർബല പിന്നെ ഗർഭിണി എന്ന് പറഞ്ഞിട്ടുള്ളത്, അതുപോലെ ഇപ്പം എൻ്റെ അവസ്ഥ. എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ആ വീഡിയോ ഉടനെ ഇടാമെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടാൻ വേണ്ടി കുറച്ച് ലേറ്റായിപ്പോയി. റിയലി സോറി. എന്തായാലും നമുക്ക് ഇന്ന് തന്നെ കാണിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ ആ വീഡിയോ ഇടാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നല്ല എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഫോണ്ടന്റ് ഡെക്കറേഷൻസ് ആണ് ഇതൊക്കെ. അപ്പോൾ ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഫോണ്ടന്റിന്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇടണം എന്ന്. തീർച്ചയായിട്ടും അത് ഞാൻ അപ്ലോഡ് ചെയ്യാം. എല്ലാ കാര്യങ്ങളും ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് അത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. ഇപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ഫോണ്ടന്റ് ഡെക്കറേഷൻ, നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പിനെയും ക്രിസ്മസ് ട്രീയും ഒക്കെ എളുപ്പത്തിൽ തന്നെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ നമുക്ക് ക്രിസ്മസ് അപ്പൂപ്പനെ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫോണ്ടന്റ് ആണ് കേട്ടോ എടുക്കുന്നത്. ഫോണ്ടന്റ് എന്ന് പറയുന്നത് ഷുഗർ പേസ്റ്റ് ആണ്. ഇതിപ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഇതിപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. കേക്കിൻ്റെ ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഷോപ്പ് ഉണ്ടെങ്കിൽ അവിടെയും കിട്ടും ഇത് വാങ്ങാനായിട്ട്. അപ്പോൾ കുറച്ച് റേറ്റ് ഉണ്ട്. ഇതിപ്പോൾ ഇതിന് 1 കിലോയ്ക്ക് 550 രൂപ മുതൽ 800 രൂപ വരെയൊക്കെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അത് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല കട്ടിയായിരിക്കും കേട്ടോ. നമ്മൾ കുഴച്ചൊന്ന് ലൂസാക്കിയിട്ട് എടുക്കുക വേണ്ടത്. ഇതിപ്പം കത്തി കൊണ്ട് മുറിച്ചാലും മതി കേട്ടോ. പിസ്സ കട്ടർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് ബാക്കിയുള്ളത് നമുക്കങ്ങ് പൊതിഞ്ഞങ്ങ് വെക്കാം. അല്ലെങ്കിൽ നമുക്കൊന്ന് വലിച്ച് ഒന്ന് കുഴച്ചെടുക്കാം. ഒരുപാട് സമയമൊന്നും കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് കയ്യിലൊന്ന് വഴങ്ങുന്ന ഒരു പരുവത്തിലാക്കാൻ വേണ്ടി മാത്രം ഒന്ന് കുഴച്ചാൽ മതി. അപ്പോൾ ഒത്തിരി അങ്ങ് ടൈറ്റാണ്, കയ്യിലൊട്ടി പിടിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് വെജിറ്റബിൾ ഷോർട്ടനിങ് കയ്യിലാക്കി കൈ നന്നായിട്ട് തടവിയതിന് ശേഷം ഒന്ന് കുഴച്ചെടുത്താലും മതി. അപ്പോൾ അത് അത്യാവശ്യം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ബോഡി ഉണ്ടാക്കാനാണ്. അപ്പോൾ അതിൻ്റെ റെഡ് കളർ കൊടുക്കണം. ആ ഡ്രസ്സിന് റെഡ് കളർ അല്ലേ. അപ്പോൾ റെഡ് കളർ കൊടുക്കുമ്പം ഒരുമിച്ച് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു പോർഷൻ എടുത്ത് അതിനകത്ത് കളറാക്കിയതിന് ശേഷം ഒരുമിച്ച് മിക്സ് ചെയ്താലും മതി. ജെൽ കളർ വേണം കൊടുക്കാനായിട്ട്. ഞാൻ ഷുഗറിൻ്റെ സൂപ്പർ റെഡ് കളറാണ് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മളെപ്പോഴും കളർ എടുത്ത് ഫോണ്ടന്റിൽ ചെയ്യുന്ന സമയത്ത് ഗ്ലൗസ് ഇടാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ കയ്യിലൊക്കെ ആയി കഴിഞ്ഞാൽ അത് പിന്നെ പോകാൻ ബുദ്ധിമുട്ടാണ്. അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ഗ്ലൗസ് ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഈ ഒരു ചെറിയ പോർഷനിൽ നിറച്ചും നന്നായിട്ട് കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വലിയ ആ പോർഷനിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് വലിച്ച് അങ്ങ് കുഴച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കളറൊക്കെ എല്ലായിടത്തോട്ടും ഒരേപോലെ തന്നെ മിക്സ് ആയി കിട്ടും. ഇതപ്പോൾ നല്ലപോലെ കളറൊക്കെ എല്ലായിടത്തും ഒരുപോലെ മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് കുഴയ്ക്കുമ്പോൾ തന്നെ എളുപ്പത്തിൽ കുഴച്ചെടുക്കാൻ പറ്റും കേട്ടോ. വലിയൊരു കലാപരമായിട്ടുള്ള കഴിവ് വേണമെന്നൊന്നുമില്ല. ഇതൊന്നും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. ഇപ്പം ഇത് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ CMC പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫോണ്ടന്റ് കുറച്ച് പെട്ടെന്ന് ഹാർഡായി കിട്ടാൻ വേണ്ടി, നല്ല ഹാർഡായി കിട്ടാൻ വേണ്ടിയാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 1/4 ടീസ്പൂണൊക്കെ മതി. അങ്ങനെ ഇപ്പം കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. അത് ചേർത്ത് നന്നായിട്ടങ്ങ് കുഴച്ചെടുക്കാം. അത് കയ്യിലൊക്കെ പറ്റി പിടിക്കുന്നുണ്ടെങ്കിൽ കോൺഫ്ലവറും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇനി ഇതിൽ നിന്ന് ഒരു ചെറിയൊരു പോർഷൻ എടുത്ത് നമുക്ക് ആദ്യം തന്നെ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ കാലാണ് ഉണ്ടാക്കി വെക്കാൻ പോണത്. അപ്പോൾ അതിന് അങ്ങ് കുറച്ചൊന്ന് റോൾ ചെയ്യാണ്. നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പൻ ഇരിക്കുകയാണ് കേട്ടോ, നിൽക്കുകയല്ല. അപ്പം അങ്ങ് റോൾ ചെയ്തെടുക്കുകയാണ്. അത്യാവശ്യം വണ്ണത്തിൽ തന്നെ റോൾ ചെയ്യാം. റോൾ ചെയ്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ടൊന്ന് വളച്ചങ്ങ് വെച്ച് കൊടുക്കാം. അതിപ്പോൾ അങ്ങനെ വളച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് വേറെ ഒരു പോർഷനും കൂടെ എടുക്കുകയാണ്. ഇതിപ്പോൾ അളവൊന്നും പ്രത്യേകിച്ച് പറയാനില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഓരോ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ സൈസിനനുസരിച്ച് നമ്മൾ എടുത്താൽ മതി. കുറെ കൂടെ വലിയ ക്രിസ്മസ് അപ്പൂപ്പനാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ എടുക്കാം. ചെറുതാണെങ്കിൽ കുറച്ചുകൂടെ കുറച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് അങ്ങ് ഉരുട്ടിയെടുക്കുകയാണ്. ഇനി നമ്മുടെ ബോഡി പാർട്ട് ചെയ്യാൻ വേണ്ടി ഒരു കുറച്ച് ഭാഗം മാത്രം അങ്ങ് എടുത്ത് ഉരുട്ടി അങ്ങ് എടുക്കുകയാണ്. അതങ്ങനെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൈയും കൂടെ ചെയ്ത് നോക്കണം. അപ്പോൾ കൈയുടെ പോർഷൻ ഒന്ന് ഉരുട്ടിയെടുക്കുകയാണ്. ഇതേപോലെ തന്നെ റോൾ ചെയ്തെടുക്കുകയാണ്. നമ്മൾ ആദ്യം ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ആ ഒരു പ്രൊപ്പോർഷനൊക്കെ ഒന്ന് കറക്റ്റ് ആക്കാനായിട്ട് റഫായിട്ടൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ എല്ലാം ചെയ്തതിന് ശേഷം പിന്നെ മാറ്റുന്നതിൽ നല്ലത് ആദ്യം റഫായിട്ടൊന്ന് ചെയ്ത് നോക്കുന്നതാണ്. എന്നിട്ട് അത് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. രണ്ട് സൈഡിലും വെച്ച് നോക്കാം. ജസ്റ്റ് വെച്ച് നോക്കുന്നേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട്, ആ പ്രൊപ്പോർഷനൊക്കെ കറക്റ്റായോ എന്നൊക്കെ ഒന്ന് നോക്കി. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇനി നമുക്കിത് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്ത് വെക്കാം. ഇനി അത് ആദ്യം തന്നെ ഒന്നുകൂടെ പുറത്തോട്ട് എടുക്കുകയാണ്. ഇനി നമുക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം.
അതിൻ്റെ മുകളിലേക്ക് ഒരു ടൂത്ത് പിക്ക് നടുവിലായിട്ട് അങ്ങ് കുത്തി ഇറക്കി കൊടുക്കുകയാണ്. ഇത് അത്രയും നീളത്തിലും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് കുറച്ച് വെള്ളമാക്കി കൊടുക്കുകയാണ്. അതിൻ്റെ ചുറ്റിനും ബ്രഷ് കൊണ്ട് കുറച്ച് വെള്ളമാക്കി കൊടുക്കുക. വെള്ളമാക്കി കഴിയുമ്പോൾ അവിടെ ഒട്ടി അങ്ങ് ഇരുന്നോളും. ഇനി നമുക്ക് ക്രിസ്മസ് അപ്പൂപ്പൻ്റെ കുടവയർ വെച്ച് കൊടുക്കാം. കുടവയറും ബോഡി പാർട്ടും കൂടെ രണ്ടും കൂടെ ഒരുമിച്ചാണ് കേട്ടോ. അത് വെച്ച് അങ്ങ് അമർത്തി അങ്ങ് വെച്ച് കൊടുക്കാം. അത് വെച്ചിട്ട് ആ മോൾ ഭാഗം പതുക്കെ ഒന്ന് പ്രസ് ചെയ്തൊന്ന് ചെറുതായിട്ടൊന്ന് കൂർപ്പിച്ച് കൊടുക്കാം. കാരണം വയറിൻ്റെ പോർഷൻ മാത്രമല്ലേ ഇങ്ങനെ തള്ളി നിൽക്കുള്ളൂ. കഴുത്തിൻ്റെ ആ പോർഷനിലോട്ടുള്ളത് പതുക്കെ ഒന്ന് പ്രസ് ചെയ്തൊന്ന് ഷേപ്പാക്കി കൊടുക്കാം. കുറച്ചൊന്ന് മെലിയിച്ച് കൊടുത്തിട്ടുണ്ട് മുകളിലോട്ട്. ഇനി നമുക്ക് കൈ വെക്കാം. ആ കുറച്ച് മെലിഞ്ഞ് ഇരിക്കുന്ന ആ പോർഷനിലേക്ക് ടൂത്ത് പിക്ക് ഒന്ന് കുത്തി ഇറക്കി വെക്കുകയാണ്. അവിടേക്ക് കുറച്ച് വെള്ളം ആക്കി കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ കൈയിൻ്റെ ആ പോർഷനും വെച്ച് കൊടുക്കാം. ഒരുപാട് അങ്ങ് നീളത്തിലൊന്നും വേണ്ട. കൈയുടെ പോർഷൻ കുറച്ചൊരു നീളത്തിൽ മാത്രം മതി. പ്രസ് ചെയ്ത് രണ്ട് സൈഡിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രിസ്മസ് അപ്പൂപ്പൻ്റെ തല വെക്കുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിൽ റെഡ് കളർ ബാക്കിയുണ്ടല്ലോ, അപ്പോൾ അതിൽ കുറച്ചെടുത്തിട്ട് തൊപ്പി ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ തൊപ്പി ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ ഒരു റോൾ ചെയ്ത് എടുത്തിട്ടുള്ളത് കുറച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് ഒരു കോണ് പോലെ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അറ്റം പിടിച്ച് പതുക്കെ ഒന്ന് തിരിച്ച് ഈ ഒരു ഷേപ്പിലാക്കി കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ മുഖമാണ് ചെയ്യുന്നത്. അപ്പോൾ ആ വൈറ്റ് കളറിലോട്ട് കുറച്ച് സ്കിൻ കളറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതാണ് സ്കിൻ കളർ. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് CMC പൗഡർ, ഒരു 1/4 ടീസ്പൂണൊക്കെ CMC പൗഡർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കയ്യിലേക്ക് കുറച്ച് കോൺഫ്ലോർ തൂക്കിയിട്ടുണ്ട്. അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ അങ്ങ് നമുക്ക് വലിച്ചങ്ങ് കുഴച്ചെടുക്കാൻ പറ്റും. ഇനി നമുക്ക് തല വെച്ച് കൊടുക്കാനായിട്ട് ഒരു ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് അപ്പൂപ്പൻ്റെ തല വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് തലയിൽ തൊപ്പി വെച്ച് കൊടുക്കണം. തൊപ്പി വെക്കുമ്പോഴും നമുക്കൊരു ടൂത്ത് പിക്ക് ഒന്ന് ഇൻസേർട്ട് ചെയ്തിട്ട് തൊപ്പി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ക്രിസ്മസ് അപ്പൂപ്പൻ്റെ കൈ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ചെറിയ 2 ഉണ്ടകൾ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അത് ഒരു സ്കിൻ കളർ എടുത്തിട്ടുള്ളത് തന്നെയാണ് എടുക്കുന്നത്. അത് എന്നിട്ട് പതുക്കെ ഒരു V ഷേപ്പിൽ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു V ഷേപ്പിലാണെങ്കിലും ഒരു സൈഡ് ശകലം ഒന്ന് വീതി കൂടുതലും ഒരു സൈഡ് വീതി കുറവുമായിട്ടാണ് ചെയ്യുന്നത്. തള്ളവിരലും ബാക്കിയുള്ള കൊച്ചു വിരലും ഇരിക്കാനുമായിട്ടുള്ള ആ ഒരു ഷേപ്പിലാണ് അങ്ങ് കട്ട് ചെയ്യാണ്. അത് കഴിഞ്ഞ് കൂടുതൽ വീതിയുള്ള ആ പോർഷനിൽ പതുക്കെ നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. ഈ കത്തി കൊണ്ട് തന്നെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ ശരിക്കും ഒരു കൈ ഇങ്ങനെ ഇരിക്കുന്ന പോലെ തന്നെ തോന്നും കേട്ടോ. 2 കൈയും റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൈ ഇതാണ്. ഇത് നമുക്ക് പതുക്കെ അങ്ങ് വെച്ചു കൊടുക്കും. അത് വെക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, തിരിഞ്ഞു പോകരുത്. കാരണം നമ്മളിപ്പോൾ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് കൈ വിരലൊക്കെ വരുന്നത് എന്ന് ചിന്തിച്ചിട്ട് ഒന്ന് ആലോചിച്ച് വേണമെങ്കിൽ ഒന്ന് ഇരുന്ന് നോക്കിയതിന് ശേഷം വെച്ചു കൊടുത്താലും മതി. ഇപ്പം കൈയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഒരു കൈ വെച്ച് ഇരിക്കുന്ന പോലെ തന്നെ തോന്നുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ താടി മീശയൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. നമ്മൾ അതിലും CMC പൗഡറൊക്കെ ഇട്ട് കുഴച്ചതാണ് കേട്ടോ. അപ്പോൾ എല്ലാം ഓരോ പോർഷൻ എടുക്കുമ്പോഴും അതിൽ കുറച്ച് CMC പൗഡർ ഇട്ടൊന്ന് കുഴച്ചാൽ മതി. എങ്കിൽ മാത്രമേ അത് ഹാർഡായി കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും അത് സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. എന്നിട്ട് അതിൽ നിന്ന് ഒരു ചെറിയ പോർഷൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് താടിയാക്കിയിട്ട് ഒരു കോൺ ഷേപ്പിൽ അങ്ങ് ആക്കി കൊടുക്കുകയാണ്. അതുപോലെ ചെറിയ 2 ഉണ്ട എടുത്ത് ഉരുട്ടി ഈ ഒരു ഷേപ്പിൽ മീശ വെക്കാനുള്ള ഒരു ഷേപ്പിലെ അറ്റത്തോട്ട് ചെറുതായിട്ടൊന്ന് കൂർത്ത് നടുഭാഗം ഒന്ന് ഉരുണ്ടിരിക്കുന്ന പരുവത്തിൽ അതും കൂടെ ആക്കി വെച്ച് കൊടുക്കാം. ഇപ്പം 2 മീശയും റെഡി ആയിട്ടുണ്ട്. ഒന്നുമില്ല, വളരെ എളുപ്പമല്ലേ ചെയ്യാനായിട്ട്. അപ്പോൾ ആ 2 മീശയും കൂടെ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ എന്ത് അഡീഷണൽ ആയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വെക്കുമ്പോഴും കുറച്ച് വെള്ളമാക്കി തേച്ചതിന് ശേഷം മാത്രം വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ താടി വെച്ച് കൊടുക്കണം. കണ്ടോ, ഇതൊരു സാധാരണ ഒരു കോൺ ഷേപ്പിൽ മാത്രമേ ഇരിക്കുന്നുള്ളൂ. എന്നിട്ട് അറ്റത്തോട്ട് അങ്ങ് പതുക്കെ ഇങ്ങ് വലിച്ച് അങ്ങ് കൊടുക്കാം. ആ താടി ഇങ്ങനെ നീണ്ടു കിടക്കുന്ന താടിയല്ലേ അപ്പൂപ്പൻ്റെ താടി, അതുപോലെ ഇങ്ങനെ അങ്ങ് വലിച്ചങ്ങ് കൊടുക്കാം. വലിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു ഷേപ്പിൽ അങ്ങനെ അങ്ങ് കിട്ടും. എന്നിട്ട് നമുക്കങ്ങ് താടി അങ്ങ് മീശയുടെ താഴെ തന്നെയായിട്ട് അങ്ങ് വെച്ച് അങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ബോഡിയിലോട്ടുള്ള ആ പോർഷനൊന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മൂക്ക് വെച്ച് കൊടുക്കണം. ഉണ്ട മൂക്കാണ് നമ്മുടെ അപ്പൂപ്പനുള്ളത്. അത് കുറച്ച് വലുപ്പത്തിൽ അങ്ങ് ഉരുട്ടി അങ്ങ് വെച്ച് കൊടുക്കാം. വെച്ചിട്ട് പതുക്കെ ഒന്ന് മോൾ ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് അപ്പൂപ്പൻ്റെ ബൂട്ട്സ് ഉണ്ടാക്കി കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബ്ലാക്ക് കളർ എടുക്കുകയാണ്. ബ്ലാക്ക് ജെൽ കളറാണ്. അപ്പോൾ അതിലും കുറച്ച് CMC പൗഡർ ആക്കിയിട്ട് ഒന്ന് കുഴച്ചെടുക്കുകയാണ്. എന്നിട്ട് നമുക്കതൊന്ന് ബൂട്ട്സിൻ്റെ ഷേപ്പിലൊന്ന് ഷേപ്പാക്കി എടുക്കാം. ഇനി അത് നമുക്ക് കാലിൻ്റെ അറ്റത്തോട്ട് ടൂത്ത് പിക്ക് ഒന്ന് വെച്ച് ഇതങ്ങ് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാം. വെക്കുന്ന സമയത്ത് ആ പരന്ന പോർഷൻ ഇങ്ങനെ ഫ്രണ്ടിൽ കാണുന്ന തരത്തിൽ വെച്ച് കൊടുത്താൽ മതി. ഇനി അപ്പൂപ്പൻ്റെ കണ്ണ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൽ ആ കണ്ണ് ഈ ബ്ലാക്കിൽ നിന്ന് ചെറിയൊരു പീസ് 2 റൗണ്ട് എടുത്തിട്ട് കണ്ണ് വെച്ച് കൊടുക്കുകയാണ്. കണ്ണ് വെക്കുമ്പോൾ ആ ഒരു പ്രൊപ്പോർഷൻ നോക്കി വെച്ച് കൊടുത്താൽ മതി. ഇനി വൈറ്റ് ചെറുതായിട്ടൊന്ന് നീളത്തിലൊന്ന് റോൾ ചെയ്തിട്ട് പുരികം അങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മോളുണ്ടാക്കുന്നത് ആദ്യമായിട്ടാണ് അവൾ ചെയ്യുന്നത്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റും എന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാട്ടോ. ആർക്ക് വേണേലും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അത് അത്ര വലിയൊരു കാര്യമൊന്നുമല്ല.
ഇനി നമുക്ക് ആ താടിയുടെ മുകളിൽ ടൂത്ത് പിക്ക് വെച്ച് പതുക്കെ ഒന്ന് താഴോട്ടങ്ങ് വരച്ചു കൊടുക്കുകയാണ്. ഇനി ആ ഡ്രസ്സ് പോലെ ഇങ്ങനെ തോന്നിക്കാൻ വേണ്ടി നമുക്ക് വൈറ്റ് പോർഷൻ കുറച്ച് വൈറ്റ് എടുത്ത് റോൾ ചെയ്ത് ആ രണ്ട് കാലിൻ്റെ അറ്റത്തും കൈയുടെ ആ ഒരു ജോയിന്റിലും ആ ജോയിന്റ് കാണാതിരിക്കാൻ വേണ്ടിയിട്ടും ആ ഒരു ഭംഗി ഉണ്ടാവും അത് കാണാനായിട്ട്. അങ്ങനെ ചെയ്യുമ്പോൾ അത് പതുക്കെ അങ്ങോട്ട് വെച്ചിട്ട് അത് അറ്റം രണ്ട് സൈഡും അങ്ങ് കട്ട് ചെയ്ത് അങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അത് ചുറ്റി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി അതേപോലെ തന്നെ തൊപ്പിയുടെ അറ്റത്തും ഒരു വെള്ള പോർഷൻ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതും അതേപോലെ ഒന്ന് ചുറ്റി വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അറ്റം വരുന്ന പോർഷൻ അങ്ങ് കട്ട് ചെയ്ത് മാറ്റി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അത് അവിടെ അങ്ങ് ഇരുന്നോളൂ. ഇനി അപ്പൂപ്പൻ്റെ തൊപ്പിയുടെ അറ്റത്തൊരു വെള്ള കണ്ടിട്ടില്ലേ, അപ്പോൾ ആ ഒരു വെള്ള കൊടുക്കാനായിട്ട് ഒരു ടൂത്ത് പിക്ക് എടുത്ത് ചെറിയൊരു പീസാക്കിയിട്ട് ഒന്ന് പതുക്കെ ഒന്ന് കുത്തി കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ അറ്റത്തോട്ട് ഒരു വൈറ്റ് ഉണ്ട ഉരുട്ടിയിട്ടങ്ങ് വെച്ച് കൊടുക്കുക. അതേപോലെ ഉടുപ്പിൻ്റെ അറ്റത്തും നീളത്തിലങ്ങ് വെച്ച് കൊടുക്കുകയാണ്. ഒരു ഉടുപ്പിൻ്റെ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് തന്നെ അങ്ങ് ബാക്ക് സൈഡിലും വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കറങ്ങുമ്പോൾ എല്ലാ സൈഡിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ തോന്നണ്ടേ കാണാനായിട്ട്. അടിപൊളി, നല്ല ഭംഗിയുണ്ട്. അപ്പൂപ്പൻ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഹാർഡാവണം, വെയിറ്റ് ചെയ്യണം. ഇപ്പം സമയം രാത്രി 1 മണി കഴിഞ്ഞു. ഞങ്ങൾ ഇപ്പോഴാണ് ഇത് ഉണ്ടാക്കി കഴിഞ്ഞത്. തുടങ്ങാൻ ലേറ്റ് ആയിട്ടോ, അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് സൂക്ഷിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിത് നല്ല എയർ ടൈറ്റ് ആയിട്ട് സൂക്ഷിച്ച് വെക്കണം. അപ്പോൾ മാത്രമേ നമുക്കത് നല്ല ഹാർഡായിട്ട് കിട്ടുള്ളൂ. എയറിലുള്ള മോയ്സ്ചറൊന്നും കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിൽ ഇതുപോലെ ഒരു കണ്ടെയ്നർ എടുത്ത് അതിലേക്ക് ഞാനൊരു ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കാം. ഇനി അതിൽ കുറച്ച് കോൺഫ്ലോർ ഇട്ട് കൊടുക്കുകയാണ്. ആ ഒരു കോൺഫ്ലോർ ഇടുമ്പോൾ പെട്ടെന്ന് അങ്ങ് ഡ്രൈ ആയി കിട്ടും നമ്മുടെ അപ്പൂപ്പനും ഇതിനകത്തുള്ള ഇങ്ങനത്തെ എന്ത് ഫോണ്ടന്റ് ഡെക്കറേഷൻസ് ഒക്കെ. കോൺഫ്ലോർ അല്ലാന്നുണ്ടെങ്കിൽ CMC പൗഡർ ഇട്ട് കൊടുത്താലും മതി. CMC പൗഡർ ഇടാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഹാർഡായി കിട്ടും. ഇതിപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ 2-3 ദിവസം മുമ്പാണ്. അപ്പോൾ അതുകൊണ്ട് സമയമുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് കോൺഫ്ലോർ ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് നമുക്ക് പതുക്കെ അപ്പൂപ്പനെ ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പൂപ്പൻ അവിടെ ഇരുന്ന് നോക്കുന്നുണ്ട്, മേലോട്ട് നോക്കിയിരിക്കുക. എന്നിട്ട് നമുക്കൊരു ക്ലിങ് റാപ്പ് വെച്ച് ഒന്ന് റാപ്പ് ചെയ്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള അടപ്പാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അടച്ചു വെച്ചിരുന്നാലും മതി. എന്നിട്ട് അടപ്പ് വെച്ചങ്ങ് അടച്ചങ്ങ് മാറ്റി വയ്ക്കാം, അവിടെ ഇരിക്കട്ടെ. ഇനി അടുത്ത് നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ സഞ്ചിയാണ്. അപ്പോൾ അതിന് വേണ്ടി വൈറ്റ് ഫോണ്ടന്റ് തന്നെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് CMC പൗഡർ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഉരുട്ടി തന്നെ എടുത്തിട്ടുണ്ട്. ഇനി പതുക്കെ അതിൻ്റെ ആ ഒരു ഷേപ്പ് ഇങ്ങനെ കോൺ പോലെ ഷേപ്പ്. ഇപ്പം എല്ലാത്തിനും ഏകദേശം ഒരേപോലെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മളത് ചെയ്തിട്ട് അതിന് പിന്നെ അങ്ങ് ഷേപ്പ് ആക്കുന്നതാണ്. അങ്ങനെ ഒരു കോൺ പോലെ ആക്കി ഒന്ന് പ്രസ് ചെയ്തിട്ട് പതുക്കെ ആ നടുഭാഗം ഒന്ന് പ്രസ് ചെയ്ത് ഇതുപോലെ അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കാൻ മതി. ഒരു പോട്ടിൻ്റെ ഒക്കെ ഒരു ഷേപ്പിൽ വരും. എന്നിട്ട് അറ്റത്തിൻ്റെ ആ പോർഷൻ അറ്റം പതുക്കെ വിരൽ വെച്ച് തന്നെ ഒന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കുറച്ചൊന്ന് തിന്നാക്കി കൊടുക്കുകയാണ്. ഇപ്പം ശരിക്കും വലിക്കുമ്പം നമ്മൾ വലിഞ്ഞങ്ങ് വരും കേട്ടോ. നമ്മൾ എങ്ങനെ വലിക്കുന്നോ അതിനനുസരിച്ച് അതങ്ങ് വലിഞ്ഞു വരും. ആ അറ്റം പോർഷൻ നന്നായിട്ടൊന്ന് തിന്നാക്കി അത് ആ ഒരു വളഞ്ഞൊക്കെ ഇരിക്കുന്ന ആ ഒരു ഷേപ്പിലൊക്കെ ഒന്ന് നമുക്ക് ആക്കി കൊടുക്കാം. എന്നിട്ട് അതിനൊരു കെട്ട് വെച്ച് കൊടുക്കാനായിട്ട് റെഡ് ഇന്നലെ എടുത്തതിൻ്റെ ബാക്കിയുണ്ട്, അതെടുത്ത് ഒന്നുകൂടെ റോൾ ചെയ്യാണ്. റോൾ ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ചുറ്റിനും അങ്ങ് വെച്ച് കൊടുക്കാം. ഇത് എക്സ്ട്രാ വരുന്നത് അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ ആ ഒരു കെട്ട് പോലെ ആക്കാൻ വേണ്ടിയിട്ട് 2 പീസ് കട്ട് ചെയ്ത് ഒന്ന് വളച്ച് വെച്ചിട്ടുണ്ട്. അത് രണ്ടും കൂടെ ഒരുമിച്ച് വെള്ളമാക്കിയിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുകയാണേ. ഇത് അവിടെ ഇരിക്കാനായിട്ട് ഒരു ടൂത്ത് പിക്കിൻ്റെ ഒരു ചെറിയ പീസ് എടുത്ത് ഒന്ന് കുത്തി ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമുക്കതങ്ങ് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാം. അത് തന്നെ താഴോട്ടും ഒരു ചെറിയ 2 പീസായിട്ട് ഒന്ന് മടക്കി വെച്ച് കൊടുത്തതാണ്. അപ്പോൾ അതൊരു കെട്ടുപോലെ ആയിട്ടുണ്ട്. ഇനി അതും നമുക്ക് അപ്പൂപ്പൻ്റെ കൂടെ തന്നെ വെച്ച് കൊടുക്കാം. ഇനി അതേപോലെ നമുക്ക് ക്രിസ്മസ് ട്രീ ചെയ്യണം. ക്രിസ്മസ് ട്രീ ചെയ്യാനായിട്ട് കുറച്ച് ഫോണ്ടന്റ് എടുത്ത് അതിൽ കുറച്ച് ഗ്രീൻ കളറാണ് ആക്കി കൊടുക്കുന്നത്. ഗ്രീൻ കളറും മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ അങ്ങാക്കി കൊടുക്കുകയാണ്. കൈ വെച്ച് ഇങ്ങനെ റോൾ ചെയ്ത് വരുമ്പോഴത്തേക്കും ആ ഒരു ഷേപ്പിൽ കിട്ടും കേട്ടോ. എന്നിട്ട് അറ്റം പോർഷൻ ഒന്ന് തിന്നാക്കി കൊടുക്കുകയാണ്. ആ ഒരു ട്രീയുടെ ആ ഒരു ഷേപ്പിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അപ്പൂപ്പൻ്റെ അടുത്ത് തന്നെ വെച്ച് കൊടുക്കാം. ആ ട്രീക്ക് ഒരു ഇല പോലെയൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ട് ഇപ്പം ചെയ്യണ്ട കേട്ടോ. അതൊന്ന് കുറച്ചൊന്ന് ഹാർഡായതിനു ശേഷം മാത്രം ഒന്ന് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. കട്ട് ചെയ്യാൻ പറ്റും, ഒരു ഭാഗം കട്ട് ചെയ്ത് മറ്റേ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്കും അപ്പുറം എല്ലാം കൈ പിടിച്ച ഭാഗം മുഴുവൻ പ്രസ്സായി പോയിട്ടുണ്ടാവും. അപ്പോൾ ഇതൊന്ന് ഉണങ്ങണം, കുറച്ചൊന്ന് ഡ്രൈ ആവണം. ഇപ്പം നമ്മളിപ്പോൾ രാവിലെ വെക്കുകയാണെങ്കിൽ വൈകുന്നേരം ഒരു 8-10 മണിക്കൂർ വെക്കുമ്പോഴത്തേക്ക് നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന, അത് കട്ട് ചെയ്തൊക്കെ എടുക്കാൻ പറ്റുന്ന അത്രയും ഒരു തിക്നെസ് ആയിട്ടുണ്ടാവും. ഇപ്പം വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ ഞാൻ രാവിലെ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ കുറച്ച് ഹാർഡായിട്ടുണ്ട്, ഒത്തിരി അങ്ങ് നമ്മൾ വെച്ചതുപോലെ അങ്ങ് സോഫ്റ്റ് അല്ല. അതിന് നമുക്കൊരു കമ്പ് അങ്ങ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ പൊട്ടറ്റോ ടൊർണാഡോ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട് സ്റ്റിക്കാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഈർക്കിലി കുത്തി വെച്ചാലും മതി. ഇനി നമുക്ക് നല്ല മൂർച്ചയുള്ള ഒരു കത്രിക കൊണ്ട് പതുക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം.
കട്ട് ചെയ്ത് ഒന്ന് പൊക്കി അങ്ങ് കൊടുത്താൽ മതി. കത്രിക ഇതുപോലെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ അങ്ങ് ചെയ്യുന്ന സമയത്ത് ആ ഒരു മുള്ളു പോലത്തെ ഇലയല്ലേ ക്രിസ്മസ് ട്രീക്കുള്ളത്, അപ്പോൾ ആ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. അപ്പോൾ അത് ഫുള്ള് ചെയ്ത് കൊടുക്കുകയാണേ. ഇപ്പോൾ കുറച്ച് തിക്കായതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത പോർഷനിൽ കൈ പിടിച്ചാലും അത്രയും അങ്ങോട്ട് പെട്ടെന്ന് അങ്ങ് അമർന്നു പോകില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഭാഗം മാത്രമേ നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അതിപ്പം എല്ലാ പോർഷനും റെഡി ആയിട്ടുണ്ട്. അറ്റത്തോട്ടും അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നേരത്തെ സ്റ്റിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കങ്ങനെ തിരിക്കാൻ പറ്റില്ല. ആ സ്റ്റിക്ക് അങ്ങ് കുത്തി അങ്ങ് ഇറങ്ങി അങ്ങ് അപ്പുറത്തോട്ട് തുളച്ചങ്ങ് കയറി വന്നു. ഇനി നമ്മുടെ ട്രീയുടെ ആ ഒരു ട്രങ്കാണ് ചെയ്ത് കൊടുക്കുന്നത്. ആ മരത്തടിയില്ലേ, അതില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് മാത്രമായിട്ട് വെച്ചാലും മതി കേട്ടോ. അപ്പം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ട്രങ്കും കൂടെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് വൈറ്റിലേക്ക് കുറച്ച് ഡാർക്ക് ബ്രൗൺ കളർ ചേർത്ത് കൊടുക്കും. എന്നിട്ട് അതൊരു ട്രങ്ക് പോലെ അങ്ങ് നീളത്തിലങ്ങ് ഉരുട്ടി അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് പതുക്കെ നമുക്ക് ആ സ്റ്റിക്കിലേക്ക് അങ്ങ് കുത്തി അങ്ങ് കയറ്റി കൊടുക്കാം. അറ്റത്ത് കുറച്ച് വെള്ളം ആക്കിയിട്ടുണ്ട് കേട്ടോ, എങ്കിൽ മാത്രമേ അത് അവിടെ ഇരിക്കുകയുള്ളൂ. എന്നിട്ട് വെച്ചതിന് ശേഷം നമുക്ക് ആ ട്രങ്കിൻ്റെ ഷേപ്പിലേക്ക് അങ്ങ് പതുക്കെ അങ്ങ് പ്രസ് ചെയ്ത് അങ്ങ് ആ ഷേപ്പ് അങ്ങ് ആക്കി കൊടുക്കാം. ആ സ്റ്റിക്ക് പിടിച്ച് തന്നെ ചെയ്യാം, ബുദ്ധിമുട്ടൊന്നുമില്ല. സ്റ്റിക്ക് പിടിക്കാനായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ സ്റ്റിക്കിൻ്റെ താഴോട്ടിങ്ങ് ഊർന്നിങ്ങ് പോന്നോളും. നമ്മുടെ ട്രീ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് അവിടെ ഇവിടെ ആയിട്ട് ഷുഗർ ബോൾസ് വെച്ച് കൊടുക്കുകയാണ്. പല കളറുള്ള ഷുഗർ ബോൾസാണ് വെച്ച് കൊടുക്കുന്നത്. അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അങ്ങ് അടച്ചങ്ങ് വെക്കാം. റാപ്പ് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ കിടത്തിയേ വെക്കാൻ പറ്റുള്ളൂ കേട്ടോ, കുത്തനെ ഒന്നും വെക്കാൻ പറ്റില്ല. കാരണം ഇപ്പം മരത്തിൻ്റെ ട്രങ്ക് വെച്ചിട്ട് അധിക നേരം ആയില്ലല്ലോ. കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. കേക്കിൻ്റെ മുകളിൽ വെക്കാനായിട്ട് നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പനെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് കേക്കിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അത് സാക്കും എടുത്ത് വെച്ച് കൊടുക്കുകയാണ്. നമ്മുടെ ക്രിസ്മസ് ട്രീയും കൂടെ എടുക്കാം. നമുക്ക് ബാക്കിലായിട്ട് ക്രിസ്മസ് ട്രീ വെച്ച് കൊടുക്കാം. കുത്തി ഇറക്കി അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ കേക്കിൻ്റെ മുകളിൽ ക്രിസ്മസ് അപ്പൂപ്പനും ക്രിസ്മസ് അപ്പൂപ്പൻ്റെ സഞ്ചിയും ട്രീ ഒക്കെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്. എത്ര എളുപ്പത്തിൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. കുറച്ച് സമയം വേണം ഉണ്ടാക്കാനായിട്ട്, കാരണം ഇത് ഉണ്ടാക്കി നമ്മളത് സ്റ്റോർ ചെയ്ത് വെച്ച് അത് ഡ്രൈ ആയി നല്ല ഹാർഡായിട്ടൊക്കെ ഇരിക്കണം. ചെയ്യുമ്പം നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും കേട്ടോ. കുട്ടികളെ ഏൽപ്പിച്ച് കൊടുത്താൽ മതി ഉണ്ടാക്കാനൊക്കെ ആയിട്ട്. കുറച്ച് വൈകിപ്പോയി എന്നറിയാം, ഇന്ന് ക്രിസ്മസ് ആണ്. അപ്പോൾ എല്ലാവരും ക്രിസ്മസ് ആഘോഷത്തിൻ്റെ തിരക്കിലായിരിക്കും. അപ്പോൾ ഈ കേക്കൊക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പനെ ഞാനിവിടെ ഒരു ഷോക്കേസിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വെറുതെ വെച്ചതാണ്, ഞങ്ങൾ കഴിച്ചില്ല. ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് കഴിക്കാൻ പറ്റുമോ എന്ന്. കഴിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല, പക്ഷേ കഴിക്കാൻ തോന്നില്ല. ഇത് കണ്ടിട്ട് അപ്പൂപ്പനെയൊക്കെ അങ്ങനെ തന്നെ സൂക്ഷിച്ച് വെക്കാനാണ് തോന്നുന്നത്. നമ്മുടെ ഒരു മെമ്മറി പോലെ സൂക്ഷിച്ച് വെക്കാമെന്ന് വിചാരിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. ഒരാഴ്ച കഴിഞ്ഞു, ഇതൊന്നും ആയിട്ടില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇതുപോലെ ഫോണ്ടൻ ഡെക്കറേഷനൊക്കെ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല, എളുപ്പത്തിൽ തന്നെ ചെയ്യാം. ആർക്ക് വേണേലും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കൊച്ചുകുട്ടികൾക്ക് വരെ ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.